ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേരളത്തിൻ്റെ നാടൻ വിഭവമായ ബീഫ് ഉലർത്തിയതാണ്. ബീഫ് ഫ്രൈ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ബീഫ് ഉലർത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 3/4 കപ്പ് ബീഫാണ് എടുത്തിരിക്കുന്നത്. ഫ്രീസ് ചെയ്ത് വെച്ചതിനാൽ ഇതിൻ്റെ തണുപ്പ് പോകേണ്ട ആവശ്യമുണ്ട്. അതിനെ മാറ്റി വെക്കാം. ബീഫിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഞാനിവിടെ വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളിയേക്കാളും കുറച്ച് പിന്നോട്ട് നിൽക്കണം ഇഞ്ചി എടുക്കുന്നത്. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചേർക്കുന്നത് നല്ലതാണ്. ബീഫ് ഫ്രൈയിലേക്ക് മസ്റ്റായിട്ട് തന്നെ തേങ്ങാക്കൊത്ത് ചേർക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് പുതിനയിലേക്കാളും കൂടുതൽ ഇരിക്കണം മല്ലിയില. അടുത്തതായി 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ചൂടാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ പൊടി കരിഞ്ഞു പോകത്തില്ല. ആ പൊടികളുടെ പച്ചമണവും നമുക്ക് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടികളല്ല ചേർത്ത് കൊടുക്കുന്നത്, ഗരം മസാലയായിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. അതിനുശേഷം ബേ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനാവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. സവോള ഈ പരുവാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഈ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങയുടെ ആവശ്യമില്ല. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. നമുക്കിനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകും തേങ്ങാക്കൊത്തും ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ മസാല കൂട്ടുകളെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വിസിൽ എത്ര വേണമെന്ന് തീരുമാനിക്കാം. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്രേവിയൊക്കെ വറ്റിച്ച് കുറുക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്രൈ ചെയ്യാനുള്ള
കൂട്ടുകൾ തയ്യാറാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം പച്ചമുളക്, കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോളയും വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി വറ്റി വരേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ.